ഹലോ ഓൾ, എല്ലാവർക്കും ബോട്ടണി മാസ്റ്റേഴ്സ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ക്രെബ് സൈക്കിളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഗ്ലൈക്കോലൈസിസ് വരെ നമ്മൾ പറഞ്ഞു നിർത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഗ്ലൈക്കോലൈസിസിൻ്റെ ഫലമായിട്ട് ഉണ്ടായിട്ടുള്ള പൈറുവിക് ആസിഡിന് എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത്, അതാണ് നമ്മൾ ക്രെബ് സൈക്കിളിലെ അണ്ടറിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഗ്ലൈക്കോലൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ള പ്രോസസ്സാണ്. അതായത് അവിടെ എനർജി കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടില്ല. അപ്പം ഈ എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത് ക്രെബ് സൈക്കിൾ വെച്ചിട്ടാണ്. അപ്പം എന്തൊക്കെയാണ് ക്രെബ് സൈക്കിളിൻ്റെ മേജർ സ്റ്റെപ്സ്, അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എൻസൈംസ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. ആദ്യം ഈ ക്രെബ് സൈക്കിളിൽ നമ്മൾ TCA സൈക്കിൾ, ഓക്കെ, ട്രൈ കാർബോക്സിലിക് ആസിഡ് സൈക്കിൾ എന്നും അതുപോലെ തന്നെ സിട്രിക് ആസിഡ് സൈക്കിൾ എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് നമുക്ക് ആ സൈക്കിൾ ഡിസ്കസ് ചെയ്യുമ്പോൾ മനസ്സിലാവും. ഈ ക്രെബ് സൈക്കിള് അതിനെപ്പറ്റി ആദ്യമായിട്ട് ഡിസ്ക്രൈബ് ചെയ്തത് ഹാൻസ് ക്രെബ്സ് എന്നാണ്. ഓക്കെ, ഹാൻസ് ക്രെബ്സ് ആണ് ആദ്യമായിട്ട് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് ക്രെബ് സൈക്കിൾ എന്നുള്ള പേര് വന്നിട്ടുള്ളത്. ആൻഡ് ഈ ഒരു കണ്ടുപിടുത്തത്തിന്, ക്രെബ് സൈക്കിളിലെ കണ്ടുപിടുത്തത്തിന് അദ്ദേഹത്തിന് 1953 നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, 1953 നൊബേൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് മേജർ സ്റ്റെപ്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, ഗ്ലൈക്കോലൈസിസിൽ ഗ്ലൂക്കോസിന് മാറ്റങ്ങൾ സംഭവിച്ച് പൈറുവിക് ആസിഡ് ആയി എന്നുള്ളത്. അപ്പം അത് നടന്നത് എവിടെ വെച്ചിട്ടായിരുന്നു? സൈറ്റോപ്ലാസത്തിൽ വെച്ചിട്ടായിരുന്നു അല്ലേ. അപ്പം ഈ ക്രെബ് സൈക്കിൾ ആണെങ്കിൽ നടക്കുന്നത് മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിൽ വെച്ചിട്ടാണ്. ഒന്ന് ഓർത്തിരിക്കുക. അപ്പോൾ ഗ്ലൈക്കോലൈസിസ് നടന്നത് സൈറ്റോപ്ലാസത്തിലും അതുപോലെ തന്നെ ക്രെബ് സൈക്കിൾ നടക്കുന്നത് മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിലുമാണ്. സോ ഗ്ലൈക്കോലൈസിസ് വഴി പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പൈറുവിക് ആസിഡിന് എവിടെ എത്തണം? മൈറ്റോകോൺഡ്രിയൽ മാട്രിക്സിൽ ആദ്യം എത്തണം അല്ലേ. സോ ഇവിടെ ഫസ്റ്റ് സ്റ്റേജിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചെങ്കിൽ നമ്മുടെ പൈറുവേറ്റ് അല്ലെങ്കിൽ പൈറുവിക് ആസിഡിന് ഓക്സിഡേഷനും അതുപോലെ തന്നെ ഡീകാർബോക്സിലേഷനും സംഭവിക്കുകയാണ്. ഓക്കെ, പൈറുവേറ്റിന് ഓക്സിഡേഷനും സംഭവിക്കുന്നുണ്ട്, ഡീകാർബോക്സിലേഷനും സംഭവിക്കുന്നുണ്ട്. അപ്പോൾ ഓക്സിഡേഷൻ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഇലക്ട്രോൺ ലോസ് ആവുകയാണ് ചെയ്യുന്നത്. അതായത് NAD ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഓക്കെ, NADH2 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ഇനി ഡീകാർബോക്സിലേഷൻ നടന്നു എന്ന് പറഞ്ഞു. അല്ല, എങ്ങനെയാണ് ഡീകാർബോക്സിലേഷൻ നടന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, സോ ഡീകാർബോക്സിലേഷനും ഓക്സിഡേഷനും നടന്നു. ഇത് കൂടാതെ ഒരു കോഎൻസൈം A ഇവിടേക്ക് ഈ പൈറുവേറ്റിലേക്ക് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ നടന്നതിന് ശേഷം ഈ പൈറുവേറ്റ് എന്ന 3 കാർബൺ കോമ്പൗണ്ട് അസറ്റൈൽ COA എന്ന 2 കാർബൺ കോമ്പൗണ്ട് ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടു. എങ്ങനെയാണ് ഈ 3 കാർബൺ 2 കാർബൺ ആയത്? ഇവിടെ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് റിലീസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലേ. അപ്പം അങ്ങനെയാണ് ഈ 3 കാർബൺ ആയിട്ടുള്ള പൈറുവേറ്റ് 2 കാർബൺ ആയിട്ടുള്ള അസറ്റൈൽ COA ആയത്. ഓക്കെ, അപ്പം ഇതാണ് ആദ്യത്തെ സ്റ്റെപ്പിൽ നടക്കുന്നത്. ആൻഡ് ഇത് കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് പൈറുവേറ്റ് ഡീഹൈഡ്രോജനേസ്. ഇത്രയും ക്ലിയർ ആയല്ലോ. ഇനി ഈ ഒരു സ്റ്റെപ്പിനെ പൈറുവേറ്റ് അസറ്റൈൽ COA ആയിട്ട് മാറുന്ന ഈ ഒരു ഇത്രയും ഭാഗത്തിന് നമ്മൾ ലിങ്ക് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, ലിങ്ക് റിയാക്ഷൻ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് ലിങ്ക് റിയാക്ഷൻ എന്ന് പറയുന്നത്? അതായത് നമ്മുടെ ഗ്ലൈക്കോലിസിസിനെയും അതുപോലെ തന്നെ ക്രെബ് സൈക്കിളിനെയും കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ലിങ്ക് ചെയ്യുന്ന ഒരു റിയാക്ഷനാണ്. പൈറുവേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗ്ലൈക്കോലിസിസിൻ്റെ പ്രൊഡക്റ്റ് ആണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ക്രെബ് സൈക്കിളിൽ നടക്കുന്നത്. അപ്പം അത് രണ്ടിനെയും കണക്ട് ചെയ്യുന്ന ഒരു ലിങ്ക് എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ ഒരു സ്റ്റെപ്പിനെ ലിങ്ക് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ആദ്യം തന്നെ നമ്മുടെ ഈ ഓക്സാലോ അസറ്റിക് ആസിഡ്, അസറ്റൈൽ COAയുമായി പ്രവർത്തിച്ച് സിട്രിക് ആസിഡ് ഉണ്ടാവുന്നു. ഓക്കെ, എന്താ സംഭവിച്ചത്? ഓക്സാലോ അസറ്റിക് ആസിഡ് അസറ്റൈൽ COAയുമായി പ്രവർത്തിച്ച് സിട്രിക് ആസിഡ് ഉണ്ടാവുന്നു. ഇവിടെ ഓക്സാലിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു 4 കാർബൺ കോമ്പൗണ്ട് ആണ്. അസറ്റൈൽ COA എന്ന് പറയുന്നത് ഒരു 2 കാർബൺ കോമ്പൗണ്ട് ആണ്. അപ്പം അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടുള്ള സിട്രിക് ആസിഡ് എത്ര കാർബൺ ഉണ്ടായിരിക്കും? അത് ഒരു 6 കാർബൺ കോമ്പൗണ്ട് ആണ്. ഓക്കെ, അതായത് ഇവിടെ 4 കാർബൺ, ഇവിടെ 2 കാർബൺ, അങ്ങനെ 6 കാർബൺ. അപ്പം ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സിട്രിക് ആസിഡ് ആണ്. നമ്മൾ ഇനീഷ്യലി പറഞ്ഞു ക്രെബ് സൈക്കിളിനെ സിട്രിക് ആസിഡ് സൈക്കിൾ എന്നുകൂടി വിളിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലായില്ലേ എന്തുകൊണ്ടാണ് സിട്രിക് ആസിഡ് സൈക്കിൾ എന്ന് വിളിക്കുന്നത്? അതായത് ക്രെബ് സൈക്കിളിൽ ഫസ്റ്റ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് സിട്രിക് ആസിഡ് ആണ്.
സോ അതുകൊണ്ടാണ് ഈ ക്രബ്സ് സൈക്കിളിനെ സിട്രിക് ആസിഡ് സൈക്കിൾ എന്നുകൂടി വിളിക്കുന്നത്. ആൻഡ് ഈ ഒരു റിയാക്ഷൻ ഓക്സാലോ അസറ്റിക് ആസിഡും അസറ്റൈൽ COAയും കൂടി ചേർന്ന് സിട്രിക് ആസിഡ് ഫോം ചെയ്യുന്നു. ഈ ഒരു റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് സിട്രേറ്റ് സിന്തേസ്. ഓക്കെ, അപ്പോൾ സിട്രേറ്റ് സിന്തേസ് എന്ന് പറയുന്ന എൻസൈമാണ് ഈ ഒരു റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം സിട്രേറ്റ് സിന്തേസ് എന്നുള്ള 6 കാർബൺ കോമ്പൗണ്ട് ഇപ്പം നമുക്ക് കിട്ടി. അത് ഒരു ഐസോസിട്രിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടു. ഓക്കെ, ഐസോസിട്രിക് ആസിഡ്. ഈ ഒരു റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്നത് അക്കോണിറ്റേസ് എന്ന് പറയുന്ന എൻസൈമാണ്. ഇനി ഈ ഐസോസിട്രിക് ആസിഡിന് വീണ്ടും ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ നടക്കുന്നു. അതായത് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NADH2 ആയിട്ട് മാറുന്നു. ഡീകാർബോക്സിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് റിമൂവ് ചെയ്യപ്പെടുന്നു. ഓക്കെ, അപ്പം ഐസോസിട്രിക് ആസിഡിന് ഇത്തരത്തിൽ ഓക്സിഡേറ്റീവ് റീകാർബോക്സിലേഷൻ നടന്ന് അത് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ആയിട്ട് മാറുകയാണ്. ഐസോസിട്രിക് ആസിഡ് എന്ന് പറയുന്നത് ഒരു 6 കാർബൺ കോമ്പൗണ്ട് ആണ്. അതിന് ഡീകാർബോക്സിലേഷൻ നടന്നപ്പോൾ, അതായത് അതിൽ നിന്നും ഒരു കാർബൺ ഡൈ ഓക്സൈഡ് നഷ്ടപ്പെട്ടപ്പോൾ ഈ 6 കാർബൺ കോമ്പൗണ്ട് ഒരു 5 കാർബൺ കോമ്പൗണ്ട് ആയിട്ട് മാറി. അതാണ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ്. ഈ ഒരു റിയാക്ഷൻ കാറ്റലൈസ് ചെയ്യുന്ന എൻസൈമാണ് ഐസോസിട്രേറ്റ് ഡീഹൈഡ്രോജനേസ്. അടുത്തത് ഈ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡിന് വീണ്ടും ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ നടക്കുന്നുണ്ട്. എന്താണ് ഓക്സിഡേറ്റീവ് ഡീകാർബോക്സിലേഷൻ? ഓക്സിഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും ഈ NADH2 ആവുന്നു. ഡീകാർബോക്സിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാർബൺ ഡൈ ഓക്സൈഡ് അവിടെ നിന്നും റിമൂവ് ചെയ്യപ്പെടുന്നു. അപ്പം എന്ത് സംഭവിച്ചു? ഈ ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് എന്നുള്ള 5 കാർബൺ കോമ്പൗണ്ട് സക്സിനൈൽ COA എന്ന് പറയുന്ന ഒരു 4 കാർബൺ കോമ്പൗണ്ട് ആയിട്ട് മാറി. അവിടെ ഉള്ള എൻസൈമാണ് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറേറ്റ് ഡീഹൈഡ്രോജനേസ്. ഇനി ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള 4 കാർബൺ കോമ്പൗണ്ട് ആയിട്ടുള്ള സക്സിനൈൽ COA സക്സിനിക് ആസിഡ് ആയിട്ട് മാറുന്നു. അവിടെയുള്ള എൻസൈമാണ് സക്സിനൈൽ COA സിന്തറ്റേസ്. ഈ ഒരു സ്റ്റെപ്പിൽ, അതായത് സക്സിനൈൽ COA സക്സിനിക് ആസിഡ് ആയിട്ട് മാറുന്ന ഈ ഒരു സ്റ്റെപ്പിൽ GTP ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതായത് എനർജി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, വിച്ച് ഇസ് സിമിലർ ടു, അതായത് ഈ GTP വിച്ച് ഇസ് സിമിലർ ടു ATP. ഓക്കെ, അതായത് ATP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അഡിനിൻ ട്രൈഫോസ്ഫേറ്റ് ആണ്. GTP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്വാനിൻ ട്രൈഫോസ്ഫേറ്റ് ആണ്. അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പം സക്സിനിക് ആസിഡ് വരെ ഫോം ചെയ്തു. സക്സിനിക് ആസിഡ് ഫ്യൂമറേറ്റ് ആയിട്ട് മാറി. അതായത് അവിടെ ഡീകാർബോക്സിലേഷനും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. അത് അതിൻ്റെ ഫോം മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സക്സിനിക് ആസിഡ് ഫ്യൂമറേറ്റ് ആയിട്ട് മാറി. അവിടെ ഒരു FADH2 ആയിട്ട് കൺവേർട്ട് ചെയ്യപ്പെട്ടു. ആൻഡ് അവിടെ ഉള്ള എൻസൈമാണ് സക്സിനേറ്റ് ഡീഹൈഡ്രോജനേസ്. ഓക്കെ, സക്സിനേറ്റ് ഡീഹൈഡ്രോജനേഷൻ. ഇവിടെ ഒരു ഓക്സിഡേഷൻ നടക്കുന്നുണ്ട്, ഹൈഡ്രജൻ റിമൂവ് ചെയ്യപ്പെടുന്നുണ്ട്. അതാണ് ഈ FADH2 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതായിട്ട് കാണിച്ചിരിക്കുന്നത്. അപ്പം ഫ്യൂമറേറ്റ് ഫോം ചെയ്തു. ഫ്യൂമറേറ്റ് ഒരു 4 കാർബൺ കോമ്പൗണ്ട് ആണ്. ഫ്യൂമറേറ്റ് എന്തായിട്ട് മാറി? മാലിക് ആസിഡ് ആയിട്ട് മാറി. ആൻഡ് അവിടെയുള്ള എൻസൈമാണ് ഫ്യൂമറേസ്. മാലിക് ആസിഡ് എന്തായിട്ട് മാറി? ഓക്സാലോ അസറ്റിക് ആസിഡ് ആയിട്ട് മാറി. മാലിക് ആസിഡ് ഓക്സാലോ അസറ്റിക് ആസിഡ് ആയിട്ട് മാറുന്ന സമയത്ത് വീണ്ടും അവിടെ NADH2 ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആൻഡ് അവിടെ ഉള്ള എൻസൈമാണ് മാലേറ്റ് ഡീഹൈഡ്രോജനേസ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇതിനെ ഒരു ക്രബ്സ് സൈക്കിൾ എന്ന് വിളിക്കാൻ കാരണം? അതായത് ഈ ഒരു പ്രോസസ്സിൽ നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യപ്പെട്ട പ്രൊഡക്റ്റ് ഇനീഷ്യലി സിന്തസൈസ് ചെയ്യപ്പെടുന്നുണ്ട്. ഓക്കെ, ഈ ഒരു റിയാക്ഷനിൽ നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്ത പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഓക്സാലോ അസറ്റിക് ആസിഡ് ആണ്. ആൻഡ് ഫൈനലി ഈ ഓക്സാലോ അസറ്റിക് ആസിഡ് പിന്നെയും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. ആൻഡ് ഇറ്റ് റിപ്പീറ്റ്സ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇതിനെ നമുക്കൊരു സൈക്ലിക് പ്രോസസ്സാണ്, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഇതിനെ ക്രബ്സ് സൈക്കിൾ എന്ന് വിളിക്കുന്നതിന് കാരണം. ഇനി ഈ ഒരു സൈക്കിളിലൂടെ എന്തൊക്കെ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു എന്ന് നോക്കാം. നമ്മളിവിടെ നോക്കിക്കഴിഞ്ഞാൽ NADH2 1, 2, 3 ഘട്ടങ്ങളിലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതായത് 3 NADH2 ആണ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതായത് ഇവിടെ നമ്മൾ ഒരു അസറ്റൈൽ COA യൂസ് ചെയ്തിട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ള കോമ്പൗണ്ട്സിനെയാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ 2 അസറ്റൈൽ COA പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ട്. 2 തവണ ക്രബ്സ് സൈക്കിൾ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 3 NADH2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 × 2 ടോട്ടൽ എത്ര NADH2 പ്രൊഡ്യൂസ് ചെയ്തു? 6 NADH2 പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, അപ്പം ടോട്ടൽ 6 NADH2 പ്രൊഡ്യൂസ് ചെയ്തു. കാർബൺ ഡൈ ഓക്സൈഡ് എത്ര പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്? 1, 2 അല്ലേ. അതായത്
ഇവിടെ ഇപ്പോൾ 2 ആണ് കൊടുത്തിട്ടുള്ളത്, പക്ഷേ 2 തവണ നടക്കുന്നത് കൊണ്ട് 2 × 2 4 കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. അടുത്തത് GTP. GTP ഒന്ന് ഇവിടെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ളൂ, പക്ഷെ 2 തവണ നടക്കുന്നത് കൊണ്ട് വീണ്ടും 2 GTP പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. ആൻഡ് FADH2 ആണെങ്കിലോ FADH2 2 തവണ പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. ഓക്കെ, അപ്പോൾ ടോട്ടൽ 6 NADH2 പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു. പിന്നെ 4 കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യപ്പെട്ടു, 2 GTP പ്രൊഡ്യൂസ് ചെയ്തു, 2 FADH2 പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, അപ്പം ഇത്രയുമാണ് നമ്മുടെ ക്രെബ്സ് സൈക്കിളിൽ പറയാനുള്ളത്. ഇതിൽ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസ് ആയിട്ട് അറിയിക്കാം. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മുടെ അടുത്ത ടോപ്പിക്കായിട്ടുള്ള ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയിൻ ഡിസ്കസ് ചെയ്യുന്നതാണ്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ 1-2 മൊഡ്യൂൾസ് നമ്മൾ ഒരുമിച്ച് അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് വീഡിയോസ് എന്ന് പറയുന്ന സെക്ഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒക്കെ മിക്സ്ഡ് ആയിട്ടായിരിക്കും കാണുന്നുണ്ടായിരിക്കുക. നമ്മൾ പ്ലേലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്, നിങ്ങൾ അവിടെ പോയിട്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഓർഡറിൽ നിങ്ങൾക്ക് വീഡിയോസ് കിട്ടും. ഓക്കെ, അപ്പോൾ അതുകൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, താങ്ക് യു.